നമസ്കാരം. BMS ഡോക്ടർ ചാറ്റിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല്ല് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ചിരിയും ആത്മവിശ്വാസവും നഷ്ടപ്പെടുന്ന പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനായിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള പരിഹാരമാണ് ഡെൻ്റൽ ഇംപ്ലാന്റ്സ്. ഇന്ന് നമ്മുടെ കൂടെ തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ OMFS സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ റിൻസ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. വെൽക്കം സർ. സർ, നമ്മൾ ഇന്ന് ഡെൻ്റൽ ഇംപ്ലാന്റ്സിനെ പറ്റി സംസാരിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പല്ലില്ലാത്തവർക്ക് ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സമയമാണിത്. പല്ലില്ലാത്തവർ ചിരിക്കാൻ മടിയാണ്, അവർക്ക് പൂർണ്ണമായിട്ട് ആത്മവിശ്വാസം നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്ഥിരമായിട്ടുള്ളൊരു പരിഹാരമാണ് ഡെൻ്റൽ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ സർ പറയും, എന്താണ് ഡെൻ്റൽ ഇംപ്ലാന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡെൻ്റൽ ഇംപ്ലാന്റ് ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ടൂത്തിൻ്റെ, അത് ഫിക്സ്ഡ് ആയിട്ട് വെക്കുന്ന ആർട്ടിഫിഷ്യൽ ടൂത്തിൻ്റെ റൂട്ടാണ് ഡെൻ്റൽ ഇംപ്ലാന്റ്. ഇപ്പം പല്ല് നമുക്ക് പല രീതിയിൽ ഫിക്സ് ചെയ്യാം. ഫിക്സ്ഡ് ആയിട്ട് തന്നെ എല്ലിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ച് വെക്കാം. ഈ എല്ലിൻ്റെ ഉള്ളിൽ പല്ലിനെ അറ്റാച്ച് ചെയ്യുന്ന ടൈറ്റാനിയം കൊണ്ട് നിർമ്മിതമായ സ്ക്രൂ പോലുള്ള ഒരു ഡിവൈസ്, അതാണ് ഡെൻ്റൽ ഇംപ്ലാന്റ്. നമ്മളിപ്പോൾ ഒരു പല്ല് പോയി കഴിഞ്ഞാൽ ഡെൻ്റൽ ഇംപ്ലാന്റ് ചെയ്യണം എന്നത് ആവശ്യകതയുണ്ടോ? ഡെൻ്റൽ ഇംപ്ലാന്റ് ചെയ്യണമെന്നത് ഓരോ വ്യക്തിയുടെയും താല്പര്യമാണ്. ഒന്നാമത് ചിലർക്ക് ഊരി മാറ്റുന്ന പല്ല് സെറ്റ് ചിലർക്ക് താല്പര്യമായിരിക്കാം, ചിലർക്ക് അത് പറ്റില്ല. ഈ ഇളകിപ്പോവാം, പല്ല് സെറ്റ് ഊരിപ്പോവാം, ചിരിക്കുമ്പം പല്ല് സെറ്റ് ഇളകുന്നു, അത് കാണുമ്പം വൃത്തികേടാവും. അങ്ങനെയുള്ള കേസുകളിൽ ആളുകൾ തന്നെ ഡിമാൻഡ് ചെയ്യും, ഞങ്ങൾക്ക് ഫിക്സ്ഡ് ആയിട്ട് പല്ല് വേണം. ഫിക്സ്ഡ് ആയിട്ട് പല്ല് വെക്കുന്നതിന് രണ്ട് ഓപ്ഷനാണ്. ഒന്ന്, അപ്പുറം ഇപ്പുറയും പല്ലുണ്ടെങ്കിൽ നമുക്ക് അത് ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് ചെയ്യാം. അപ്പുറം ഇപ്പുറയുള്ള പല്ലിൽ ക്യാപ്പ് ഇട്ട് നടുക്കൊരു പാലം പോലെ പല്ല് വെക്കുക, അതാണ് ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അപ്പുറം ഇപ്പുറയും പല്ലില്ലാത്ത കേസിൽ നമുക്ക് ഈ പല്ല് ഫിക്സ്ഡ് ചെയ്യണമെങ്കിൽ ആ പല്ലിന് ഒരു ആങ്കറിങ് കിട്ടണം. അപ്പം എല്ലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇട്ടാലേ നമുക്കതിന് ഗ്രിപ്പ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലിൻ്റെ ഉള്ളിൽ ടൈറ്റാനിയമേ ഇടാൻ പറ്റുള്ളൂ, കാരണം ബയോകമ്പാറ്റബിൾ മെറ്റീരിയലുമാണ് ഇടാൻ. അപ്പോൾ ടൈറ്റാനിയമാണ് ബയോകമ്പാറ്റബിൾ മെറ്റീരിയൽ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഇംപ്ലാന്റ് ഓപ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ പല്ല് സെറ്റ്, ചിലർക്ക് പ്രായം കൂടിയ ആളുകൾക്ക് പല്ല് സെറ്റ് എപ്പോഴും ഇളകും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ പല്ല് സെറ്റിനെ ഉറപ്പിക്കാനും ഇംപ്ലാന്റ് യൂസ് ചെയ്യാം. ഒന്നോ രണ്ടോ ഇംപ്ലാന്റ് നമ്മൾ താടിയലിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഈ പല്ല് സെറ്റിനെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ പ്രായമുള്ള ആളുകൾക്ക് അങ്ങനെയും ചെയ്യാറുണ്ട്. പ്രായപരിധി ഉണ്ടോ ഇംപ്ലാന്റ്സ് ചെയ്യുന്നതിന്? ഇംപ്ലാന്റ് ചെയ്യുന്നതിന് പ്രായപരിധി എന്ന് വെച്ചാൽ ആരോഗ്യമുള്ള മനുഷ്യനായിരിക്കണം, ആരോഗ്യമുള്ള വ്യക്തി ആയിരിക്കണം എന്നുള്ളതാണ്. ഒന്ന്, വളരുന്ന പ്രായത്തിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതായത് കുട്ടികൾക്ക് ഇംപ്ലാന്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു താടിയലിൻ്റെ വളർച്ച പൂർണ്ണമായതിനു ശേഷം ഇംപ്ലാന്റ് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഈ പല്ലുകൾ, ഇംപ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ കമ്പിയിട്ട് പല്ലുകൾ നീക്കാമല്ലോ സാധാരണ പല്ലുകൾ. ഇംപ്ലാന്റിൽ ആ പരിപാടി നടക്കില്ല. ഇംപ്ലാന്റിനെ നമുക്ക് കമ്പിയിട്ട് നീക്കാൻ പറ്റില്ല. അപ്പോൾ കുട്ടികളിൽ ബാക്കി പല്ലുകൾ കമ്പിയിട്ട് അലൈൻ ചെയ്യുമ്പം ഈ ഇംപ്ലാന്റ് ഇട്ട പല്ല് അത് ആ പൊസിഷനിൽ തന്നെ നിൽക്കും. അത് പിന്നീട് വൃത്തികേടാവും. ഡോക്ടർ പറഞ്ഞല്ലോ സ്ക്രൂ ചെയ്ത ഇത് ഇടുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇതല്ലേ? അല്ല, തീർച്ചയായിട്ടും അല്ല. ഇംപ്ലാന്റ് പ്രൊസീജിയർ ഒരു മൈനർ സർജറിയാണ്. മൈനർ സർജറി എന്ന് പറഞ്ഞാൽ മരവിപ്പിച്ച് ചെയ്യുന്ന, ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് മരവിപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. കൂടി വന്നാൽ ഒരു ഇഞ്ചക്ഷൻ്റെ പെയിൻ അത്രേ ഉണ്ടാവുള്ളൂ, പെയിൻലെസ് ആണ്. സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇംപ്ലാന്റിന്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ്, അതായത് പല്ലെ കമ്പി ഇടുന്ന സിറ്റുവേഷൻസിൽ ഇംപ്ലാന്റഡ് ടൂത്തിനെ മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. അതൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് പറയാം. സാധാരണ മൈനർ സർജറിയുടേതായ മൈനർ കോംപ്ലിക്കേഷൻസ്, ബ്ലീഡിങ്, ചിലപ്പോൾ ഒരു നീര്, ബ്ലീഡിംഗ് ഒന്നും അങ്ങനെ യൂഷ്വലി ഉണ്ടാവാറില്ല. ചിലപ്പോൾ ചെറിയ നീര്, കുറച്ച് ദിവസത്തേക്ക് ഇംപ്ലാന്റ് ഇട്ട സമയത്ത് വേദനകൾ, പിന്നെ അത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ. കാര്യമായ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല. നമ്മൾ ഇത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പൊ ഞാനൊരു ഇംപ്ലാന്റ് ഇടാൻ വന്നു കഴിഞ്ഞാൽ എന്റെ എങ്ങനെയാണ് തുടക്കം മുതൽ? നമ്മൾ ആദ്യം എത്ര പല്ല് പോയിട്ടുണ്ട്, എത്ര പല്ല് റീപ്ലേസ് ചെയ്യണം, അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. അതുപോലെ ഇംപ്ലാന്റ് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഡിക്വേറ്റ് ബോൺ ഉണ്ടോ, കാരണം ഇത് ഇടുന്നത് താടിയലിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പം താടിയലിന് ആവശ്യമായ, എല്ലിന് ആവശ്യമായ ഹൈറ്റ് വേണം, വിഡ്ത്ത് വേണം, പിന്നെ ബോൺ ഡെൻസിറ്റി, ബോണിൻ്റെ കട്ടി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു എക്സ്റേസ് എടുക്കാം. അതുപോലെ CBCT എന്ന് പറഞ്ഞൊരു CT സ്കാനിങ് ഉണ്ട്. ഇത് സ്കാനൊക്കെ ചെയ്ത് അതിനെ മെഷർ ചെയ്യും. അപ്പം എന്നാലേ നമുക്ക് ഇടുന്ന ഇംപ്ലാന്റിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അണപ്പല്ലുകൾ അതിന് ഇച്ചിരി വലിയ ഇംപ്ലാന്റ് ആവശ്യമാണ്. അപ്പം അതിന് പറ്റിയ ബോണാണോ, അതിന് പറ്റിയ ബോൺ വിഡ്ത്ത് ഉണ്ടോ, ബോൺ ഹൈറ്റ് ഉണ്ടോ, ബോൺ ക്വാളിറ്റി ഉണ്ടോ, ഇതെല്ലാം നോക്കണം. പിന്നെ ബാക്കി ഒരു മൈനർ സർജറി ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻ്റ് ആണോ, പേഷ്യൻ്റ് മെഡിക്കൽ ഹിസ്റ്ററി, വേറെ അസുഖങ്ങളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൂടെ
നമ്മൾ നോക്കണം. അപ്പൊ ഈ പ്രമേഹം, പ്രഷർ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണോ പറയുന്നത്? പ്രമേഹം ഉള്ളവർക്ക് ചെയ്യാം. പ്രമേഹം ഉള്ള ആളുകൾ മിക്കവാറും കൺട്രോൾഡ് ഡയബറ്റിക് കുഴപ്പമില്ല, അവരും അണ്ടർ മെഡിക്കേഷൻ ആയിരിക്കുമല്ലോ. അൺകൺട്രോൾഡ് ഡയബറ്റിസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അവരൊരു ഇമ്മ്യൂൺ കോംപ്രമൈസ്ഡ് ആവാം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഭാവിയിൽ ചിലപ്പോൾ ഇംപ്ലാന്റിൽ ഇൻഫെക്ഷൻ വരാം, ഇംപ്ലാന്റ് ലൂസ് ആവാം, ഇളകിപ്പോവാം. അപ്പോൾ HbA1c ഒരു 8 ബിലോ ഒക്കെ സേഫായിട്ട് ചെയ്യാം. ഈ ഇംപ്ലാന്റ് ഇട്ടതിന് ശേഷം സ്മോക്കിംഗ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ? സ്മോക്കേഴ്സിന് ഇംപ്ലാന്റ് അത്ര അഡ്വൈസബിൾ അല്ല. കാരണം ഈ സ്മോക്ക് ചെയ്യുന്നവർക്ക് മോണയിലൊക്കെ രക്തോട്ടം കുറവായിരിക്കും. അപ്പോൾ അവരിൽ മോണരോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഈ ഇംപ്ലാന്റ് ഇട്ട പല്ലിന് കേടുവരുന്ന പ്രശ്നം ഉണ്ടാവില്ല. പല്ലിന് കേടുവരില്ല, കാരണം പല്ല് സെറാമിക് വെച്ചുള്ള പല്ല. പക്ഷേ മോണരോഗം വരാം. അപ്പം മോണരോഗം കൂടി വന്നാൽ ഈ ഇംപ്ലാന്റ് ഇട്ടിരിക്കുന്ന ബോണിനകത്ത് ഇൻഫെക്ഷൻ വന്ന് ഇംപ്ലാന്റ് ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്ര നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? ഇംപ്ലാന്റിൽ ലോങ്ങവിറ്റി ആണ് ഉദ്ദേശിച്ചത് അല്ലേ? ഇംപ്ലാന്റ് നമുക്ക് വൃത്തിയായിട്ട്, അതായത് നല്ല ഓറൽ ഹൈജീൻ ഉള്ള ഹെൽത്തി ആളുകൾക്ക് ബാക്കി നാച്ചുറൽ ടൂത്ത് എങ്ങനെ കൊണ്ടുപോകുന്നോ അതുപോലെ തന്നെ പോവാം. ഇപ്പോൾ നാച്ചുറൽ ടൂത്തിന്റെ ലൈഫ് സ്പാൻ എത്രയാണോ അത്രയും കാലം നിൽക്കും. അതിനൊരു കൃത്യം ലൈഫ് സ്പാൻ നമുക്ക് പറയാൻ പറ്റില്ല. നോർമൽ ഹെൽത്തി യൂസേജിൽ ലൈഫ് ടൈം എന്ന് തന്നെ പറയാം. അപ്പം നമുക്ക് നോർമലി ഫുഡ് കഴിക്കുന്ന പോലെ ഫുഡ് കഴിക്കാവോ? ഇട്ടതിന് ശേഷം ഇത്ര ദിവസത്തിനുള്ളിലേ ഫുഡ് കഴിക്കാവോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇംപ്ലാന്റിന്റെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഇംപ്ലാന്റ് ഇടുക എന്ന് പറഞ്ഞാൽ ആ സ്ക്രൂ മാത്രമേ ആയുള്ളൂ. സ്ക്രൂ എല്ലിന്റെ ഉള്ളിൽ ഇട്ടിട്ട് അത് നമ്മൾ ഉറയ്ക്കാൻ കുറച്ച് സമയം കൊടുക്കും. ഓസിയോ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. അത് ഇംപ്ലാന്റ് ബോണുമായിട്ട് അറ്റാച്ച്ഡ് ആവണം. അതിന് നമ്മളൊരു 3 to 4 months വെയിറ്റ് ചെയ്യും. ഫസ്റ്റ് സർജറി എന്ന് പറയുന്നത് ഇംപ്ലാന്റ് വെക്കുന്ന സർജറി. ഇംപ്ലാന്റ് വെച്ചതിന് ശേഷം 3 to 4 months കഴിഞ്ഞിട്ട് ചിലപ്പോൾ 6 months വരെ പോകാം. അത് ഡിപ്പെൻസ് ഓൺ ദ ബോൺ ക്വാളിറ്റി. നമ്മൾ ഇംപ്ലാന്റ് ഇട്ട സമയത്ത് ഇംപ്ലാന്റിന് ആവശ്യമായ മുറുക്കം കിട്ടിയോ നമുക്ക് നോക്കാം. അതിനാണ് പ്രൈമറി സ്റ്റെബിലിറ്റി എന്ന് പറയും. അപ്പോൾ ആവശ്യമായ പ്രൈമറി സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പല്ല് വെക്കാം. ഇനി ആവശ്യമായ പ്രൈമറി സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും, ആവശ്യത്തിന് ബോൺ അതിലേക്ക് അറ്റാച്ച്ഡ് ആവാൻ. അപ്പോൾ ആയി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒരു 3 to 4 months up to 6 months ആയതിനു ശേഷം വീണ്ടും റീഓപ്പൺ ചെയ്ത് അതിനകത്തേക്ക് വേറൊരു സ്ക്രൂ ഇട്ട്, ഓൾറെഡി ഇംപ്ലാന്റ് ഇട്ടിട്ടുണ്ട്, ആ ഇംപ്ലാന്റിലേക്ക് വേറൊരു അറ്റാച്ച്മെന്റ് ഇടും, അബട്ട്മെന്റ് എന്ന് പറയും. ആ അബട്ട്മെന്റിലേക്കാണ് പിന്നെ പല്ല് വെക്കുക. ആ അബട്ട്മെന്റ് നമ്മുടെ വായിലേക്ക് ഇച്ചിരി പുറത്തേക്ക് തള്ളി നിൽക്കും. അപ്പോൾ അതിന്റെ മുകളിലേക്ക് പല്ല് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ നടക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് 6 months ചിലപ്പോൾ പല്ലില്ലാതിരിക്കേണ്ടി വരാം. അത് കഴിഞ്ഞിട്ടായിരിക്കും പല്ല് വരിക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡുകളെ കഴിക്കാവോ? ഫുഡ് ഈ പല്ല് വന്നതിന് ശേഷം നോർമൽ ഫുഡ് കഴിക്കാം. ഞാൻ പറഞ്ഞത് ആ പല്ല് വെക്കാനുള്ള ഒരു കാലതാമസം, ഇംപ്ലാന്റ് ഇട്ടാലും പല്ല് വെക്കണമെങ്കിൽ ഒരു 3 to 4 months കൂടെ എടുക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ഡോക്ടർ. അപ്പോൾ ഇംപ്ലാന്റ്സിന്റെ ഫോളോ അപ്പ് എങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴെല്ലാം കാണിക്കണം? ഇംപ്ലാന്റിന്റെ ഫോളോ അപ്പ്, ഇംപ്ലാന്റ് ഇട്ട് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മുടെ നാച്ചുറൽ ടൂത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ നോർമൽ ബ്രഷിങ്ങും എല്ലാം കൃത്യമായിട്ട് ചെയ്യാം. പിന്നെ ഫ്ലോസിങ്, അതുപോലെ ഇൻ്റർഡെൻ്റൽ ബ്രഷ്, അതായത് പല്ലിൻ്റെ ഇടയ്ക്ക് അഴുക്ക് കയറിയ എടുത്ത് കളയാനുള്ള ഇൻ്റർഡെൻ്റൽ ബ്രഷിങ് അതുകൂടെ ചെയ്യണം. പിന്നെ ഒരു 6 months കൂടുമ്പോൾ ഒരു ഡെൻറ്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഡെൻറ്റിസ്റ്റിന് ഒരു ഡൗട്ട് തോന്നുവാണെങ്കിൽ ഒരു എക്സ്റേ എക്സാമിനേഷൻ, ഈ ബോൺ ലോസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് ഫോളോ അപ്പ് ചെയ്ത് പോവാം. ഇപ്പോൾ ഒരു പല്ല് പോയി, അപ്പം ഇപ്പം അത് ചെയ്യുന്നില്ല, ഇപ്പം ഇംപ്ലാന്റ് വെക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കുക. ഇപ്പം കുറേ നാൾ കഴിഞ്ഞ് വന്നിട്ട് എനിക്കത് ഈ ആ പോയ പല്ലിന് സ്ഥാനത്ത് എനിക്ക് വേറൊരു പല്ല് വെക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇംപ്ലാന്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് സാധ്യമാകുമോ? ഈ പല്ല് പോയിട്ട് നമ്മൾ ഒത്തിരി നാൾ കഴിഞ്ഞ് റീപ്ലേസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ കുറച്ച് സ്പേസ് ഉണ്ടാകുന്ന ആ സ്പേസ് ലോസ് ആവും. അപ്പുറം ഇപ്പുറമുള്ള പല്ലുകൾ ആ സ്പേസിലേക്ക് കുറച്ച് നീങ്ങും, കുറച്ച് ചരിവ്, പല്ലിന് തന്നെ ചരിവ് വരും. അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്പേസ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു പല്ല് വെക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ ചിലപ്പം ചെറിയ പല്ല് വെക്കാം. അപ്പോൾ ഒരു മോളാറാണ് നഷ്ടപ്പെട്ടു പോയത്, അപ്പം മോളാറിന് പകരം നമ്മൾ അവിടെ ഒരു പ്രിമോളാറിനെ കയറ്റി വെക്കേണ്ടി വരും പുതിയ വെക്കുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ ആ ലോസ്റ്റ് സ്പേസ് റീക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ഓർത്തഡോണ്ടിക്സ്, പല്ല് കമ്പിയിട്ട് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി പിന്നെ അവിടെ പല്ല് വെക്കേണ്ടി വരാം. അപ്പോൾ കഴിവതും പല്ല് നഷ്ടപ്പെട്ടാൽ അധികം വൈകാതെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതാണ് നല്ലത്, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ചെയ്യാവുന്നത്, വേണമെങ്കിൽ തൽക്കാലം അവിടെ ഒരു റിമൂവബിൾ ടൂത്ത് വെക്കാം. അപ്പോൾ ആ സ്പേസ് പോവാതിരിക്കും. റിമൂവബിൾ ടൂത്ത് കുറച്ച് നാൾ വെക്കുക, അതിനുശേഷം നമുക്ക് എപ്പോഴാണോ നമ്മൾ റെഡി ആവുന്നത് ഫോർ ഇംപ്ലാന്റ്, അന്നേരം വന്ന് ഇംപ്ലാന്റ് ചെയ്യുക. ഇപ്പോൾ ഡെന്റൽ ഇംപ്ലാന്റ്സ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഏതൊക്കെയാണ്? ചില പേഷ്യൻസ് ഡെന്റൽ ഇംപ്ലാന്റ്സ് ഇടാൻ പറ്റാത്ത പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ബോണിൽ ക്യാൻസർ ഉള്ള പേഷ്യൻസ്, ബോൺ ക്യാൻസർ ഉള്ള അവർക്ക്, അതുപോലെ ഓസ്റ്റിയോപോറോസിസ്, ബോൺ ഡിഫക്ട്സ് ഉള്ള പേഷ്യൻസ്, പിന്നെ ഇമ്മ്യൂൺ കോംപ്രമൈസ്ഡ് പേഷ്യൻസ്, HIV, താടിയെല്ലിൽ ക്യാൻസർ ഒക്കെ ഉള്ളവർ, താടിയെല്ലിൻ്റെ ഏരിയയിൽ റേഡിയേഷൻ ചെയ്തവർക്ക്
ഇംപ്ലാന്റ് ഒട്ടും പോസിബിൾ അല്ല. ഇംപ്ലാന്റ് ഇട്ടാൽ അത് ഓസ്റ്റിയോ റേഡിയോ നെക്രോസിസ് എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ആക്റ്റീവ് കീമോതെറാപ്പി ഉള്ള പേഷ്യൻസ്, അതുപോലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷമുള്ള പേഷ്യൻസ്, അവരൊക്കെ ഇമ്മ്യൂൺ കോംപ്രമൈസ്ഡ് പേഷ്യൻസ്, അവരിലൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ബാക്കി നേരത്തെ പറഞ്ഞ ബോണിൻ്റെ ഹെൽത്തും ആളുടെ ജനറൽ ഹെൽത്തും ഒക്കെ നോക്കിയിട്ട് ചെയ്യാം. ഡയബറ്റിക് പേഷ്യൻസ് ചെയ്യാവുന്നതാണ്, കൺട്രോൾ ഡയബറ്റീസ് ആയിരിക്കണം. അതുപോലെ ഹൈപ്പർ ടെൻഷൻ അവർക്കൊക്കെ ചെയ്യാം. അതായത് ഒരു മൈനർ സർജറി പ്രശ്നമല്ലാത്ത എല്ലാവർക്കും, ഇപ്പോൾ ആൻറ്റിപ്ലേറ്റ്ലെറ്റ്സും ആൻറ്റി കോയാഗുലൻസും ഒക്കെ എടുക്കുന്നവർക്ക് ചിലപ്പോൾ അത് നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് റിസ്ക് ആണ്. അങ്ങനെയുള്ളവരിൽ മൈനർ സർജറി തന്നെ റിസ്ക് ആണ്. അപ്പം ഒരു മൈനർ സർജറി ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു ഇംപ്ലാന്റ് ഇടണമെങ്കിൽ ഒരു 6 months എങ്കിലും എടുക്കും എന്നുള്ളത്, അതല്ലാതെ വേറെ ഏതെങ്കിലും വഴിയുണ്ടോ പെട്ടെന്ന് ഇടാനായിട്ടോ? നമ്മളിപ്പോൾ പറഞ്ഞ ഇംപ്ലാന്റ് ഇട്ടിട്ട്, അതായത് 2 സ്റ്റേജ് സർജറി, ഫസ്റ്റ് സർജറി ഇംപ്ലാന്റ് ഇടുന്നു, സെക്കൻഡ് സ്റ്റേജ് പല്ല് വെക്കുന്നു. അപ്പോൾ 2 സ്റ്റേജ് സർജറിയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത്രയും ടൈം എടുക്കുന്നത്. നമുക്കിത് 1 സ്റ്റേജിൽ വേണമെങ്കിൽ ചെയ്യാം, അതായത് പ്രൊവൈഡഡ് ബോൺ ക്വാളിറ്റി അത്രയും ബെറ്റർ ആയിരിക്കണം. അതായത് ഈ 2 സ്റ്റേജ് ആയിട്ട് ചെയ്യുന്ന ഇംപ്ലാന്റിനെ വിളിക്കുന്ന പേര് കൺവെൻഷണൽ ഇംപ്ലാന്റ് എന്നാണ്. ആ ഇംപ്ലാന്റിൽ പോലും നമുക്ക് ആവശ്യമായ ടോർക്ക് കിട്ടിയാൽ, നല്ല സ്ട്രെങ്ത് ഉണ്ട്, നമ്മളത് ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കും, ഇംപ്ലാന്റിന് ആവശ്യമായ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ, നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി പല്ല് വെക്കാം, അത് പോസിബിളാണ്. ഇനി അതല്ല, കൺവെൻഷണൽ ഇംപ്ലാന്റ് അല്ല, ബേസൽ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ബേസൽ ഇംപ്ലാന്റിൽ നമുക്ക് കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഇടും. ആ സിറ്റുവേഷൻസിലും നമുക്ക് ഇമ്മീഡിയറ്റ്ലി ലോഡ് ചെയ്യാം. അത് ഒരു ക്ലിനിക്കൽ സെനാരിയോ അനുസരിച്ചിരിക്കും, എത്ര ബൈറ്റ് ഫോഴ്സ് വരും, അതൊക്കെ ഒരു ഡോക്ടറുടെ ഒരു ടെക്നിക്കൽ കാര്യങ്ങളാണ്. അവരതിൻ്റെ ബൈറ്റ് ഫോഴ്സും എല്ലാം നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യും ഇപ്പം പല്ല് വെക്കണോ അതോ പിന്നീട് വെക്കണോ എന്നോ. ഈ ഡെന്റൽ ഇംപ്ലാന്റ്സിന്റെ സക്സസ് റേറ്റ് എത്രയാണെന്ന്? ഡെന്റൽ ഇംപ്ലാന്റ്സ് അത് അതിൻ്റെ സക്സസ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഓറൽ ഹൈജീൻ മെയിൻ്റനൻസും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹെൽത്തി പേഷ്യൻ്റ് ആണ്, നല്ലപോലെ ഓറൽ ഹൈജീൻ ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഇത് നാച്ചുറൽ ടൂത്ത് പോലെ തന്നെയാണ്. അതിൻ്റെ മെയിൻ്റനൻസും നാച്ചുറൽ ടൂത്ത് പോലെ തന്നെയാണ്. അദ്ദേഹം സാധാരണ പോലെ ബ്രഷ് ചെയ്യുക, സാധാരണ പോലെ ഭക്ഷണം കഴിക്കാം, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. അതിൻ്റെ റുട്ടീൻ മെയിൻ്റനൻസ് ചെയ്താൽ ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു 6 months വീതം ഒരു ഡെന്റിസ്റ്റിനെ പോയി ഒന്ന് കാണുന്നത് കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. ഡോക്ടർ, ഡെന്റൽ ഇംപ്ലാന്റ് ചെയ്തവർക്ക് MRI ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തീർച്ചയായും ഇല്ല. നമ്മൾ ഇംപ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ടൈറ്റാനിയമാണ്. ടൈറ്റാനിയം എന്ന് പറയുന്നത് MRI കോമ്പാറ്റബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും MRI കുറിച്ചൊന്നും ഭയക്കേണ്ട കാര്യമില്ല. ഡെന്റൽ ഇംപ്ലാന്റിനെ പറ്റി വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്ന തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ OMF സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ റിൻസിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. താങ്ക് യു.